പെരിയാർ ടൈഗർ റിസർവിലെ ടൈഗർ ട്രെയിൽ എന്ന് പറഞ്ഞ ട്രക്കിംഗ് പ്രോഗ്രാമാണ്. ഏകദേശം 8 കിലോമീറ്റേഴ്സ് ഡീ ഫോറസ്റ്റിലൂടെ ട്രക്ക് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ ക്യാമ്പിലെത്താൻ. അത് കഴിഞ്ഞ് ക്യാമ്പിലെത്തിയിട്ടും വേറെയും ട്രക്കിംഗ് ഉണ്ട് ഡീ ഫോറസ്റ്റിലൂടെ. ഏകദേശം ടോട്ടൽ 28 കിലോമീറ്റേഴ്സ് നമുക്ക് ട്രക്കിംഗ് ഉണ്ടാവും. വാട്ടർ ക്രോസിങ്ങും അങ്ങനെ അടിപൊളി ഒരു പാക്കേജാണിത്. കഴിഞ്ഞ ദിവസം ടൈഗർ കൊന്ന ഒരു കാട്ടുപോത്തിൻ്റെ ശരീരമാണത്. അതിൻ്റെ പകുതി ഭക്ഷിച്ചിട്ട് പോയതാണ്. ഇനി ഒരു 2 ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി കഴിക്കാൻ വേണ്ടി. അതൊന്ന് ജീർണിച്ച ശേഷമേ വരുള്ളൂ. അതിന് ചുറ്റും ക്യാമറ വെച്ചിട്ടുണ്ട്, ടൈഗർ ഇവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള. ആനേൻ്റെ ഉള്ളത്, ആനേൻ്റെ പല്ല്, ആനപ്പല്ല ഡോട്ട് ഗ്രീൻ. കാട്ടുപോത്ത് അല്ല, കാട്ടി. ഇതൊന്ന് ഫീമെയിലാണ് ഈ സാധനം. അങ്ങനെ ഞങ്ങൾ ഏകദേശം നമ്മുടെ ക്യാമ്പിലെത്തി. ഇങ്ങനെ 3 ടെൻറ്റുകളാണ് ഇവിടെ ഉള്ളത്. മൊത്തം 6 പേർക്ക് മാത്രമേ അലൗഡ് ഉള്ളൂ. നമ്മൾ വന്ന് കയറിയപ്പോൾ തന്നെ നല്ലൊരു മഴ കിട്ടി. ഒരു അടിപൊളി വെതറായിരുന്നു. നമുക്ക് നമ്മുടെ ക്യാമ്പിലിരുന്ന് കാണാൻ പറ്റുന്ന സൈറ്റിംഗ് ആണ്. കാട്ടുപോത്തുകളും മാനും എല്ലാതരം മൃഗങ്ങളെയും ഇവിടുന്ന് കാണാൻ പറ്റും. ഇവിടുത്തെ റയർ പിക്ചർ അല്ലേ. ഈ ഡീ ഫോറസ്റ്റിലുള്ള ട്രക്കിംഗ് നമുക്ക് കുറച്ച് പേടിപ്പെടുത്തുന്നതാണെങ്കിലും നമ്മുടെ മുൻപിലും പുറകിലുമായിട്ട് ഗാർഡുമാരുണ്ടാകും. അവരുടെ കയ്യിൽ തോക്കുകളും ഉണ്ടാകും. അപ്പം പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിലൊന്നും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ധൈര്യമായിട്ട് പോകാൻ പറ്റും. പക്ഷെ കുട്ടികളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല ഈ പാക്കേജിൽ. മൊബൈലോ നെറ്റ്വർക്കോ ഒന്നുമില്ലാതെ ഒരു 1 ഡേ ഫുൾ കംപ്ലീറ്റ് കാട്ടിനുള്ളിൽ കഴിയാൻ പറ്റും. ഞങ്ങളിതാ തിരിച്ചു വരുമ്പോൾ ആ കാട്ടുപോത്തിനെ ഓൾമോസ്റ്റ് കാടിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി.